കാർഷിക വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആത്മ പദ്ധതി പ്രകാരം രൂപം കൊടുത്തിട്ടുള്ള തൊടുപുഴ ബ്ലോക്ക് ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷൻ കർഷകർക്ക് വേണ്ടത്ര കൃഷി അറിവുകളുമായി അവരുടെ രക്ഷയ്ക്കായി എത്തുന്നു. വിജ്ഞാന വ്യാപന സംവിധാനത്തിന്റെ പാതയിലാണ് ഇപ്പോൾ കരിങ്കുന്നം കൃഷിഭവൻ. തുടക്കത്തിൽ 10 സ്വയം സഹായ ഗ്രൂപ്പുകളെ FEOയിൽ ചേർത്ത് ഒറ്റ ഗ്രൂപ്പാക്കി അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ മാനേജ്മെന്റ് ഏജൻസി അഥവാ എയ്മ ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തു. ആ സംഘടനയുടെ ആവശ്യപ്രകാരം നടത്തുന്ന ഒരു പദ്ധതിയാണ് ജൈവ കീടനാശിനി നിർമ്മിച്ച് കൃഷിയിടത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി ഇവിടെ അതിന്റെ നിർമ്മാണവും അത് ഉപയോഗിക്കേണ്ട രീതിയും എല്ലാം ഓരോ ഗ്രൂപ്പിനെയും പഠിപ്പിച്ചു കൊടുക്കുകയും അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. രോഗമുണ്ടാക്കുന്ന അണുക്കളെ തുരത്താൻ മറ്റ് സൂക്ഷ്മാണുക്കളെ ഉപയോഗിക്കുന്ന ഒരു വിദ്യയാണ് ജൈവിക രോഗനിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഉപാധികളെ ജൈവ കുമിൾനാശിനികളെന്ന് വിളിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മിത്രകുമിളാണ് ട്രൈക്കോഡർമ. രോഗപ്രതിരോധത്തോടൊപ്പം ചെടിയുടെ വളർച്ചയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ട്രൈക്കോഡർമ വിരിഡി, ട്രൈക്കോഡർമ ഹസിയാനം എന്നീ 2 സ്പീഷീസുകളാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ മണ്ണിൽ തന്നെ സാധാരണയായി പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു മിത്രകുമിളാണിത്. എന്നാൽ കടുത്ത വെയിലും രാസവള കീടനാശിനിയുടെ അമിതമായ ഉപയോഗം മൂലവും മണ്ണിൽ നനവിന്റെ കുറവുകൊണ്ടും ട്രൈക്കോഡർമ, സ്യൂഡോമോണസ്, കണ്ടുപിടിച്ചിട്ടില്ലാത്ത മറ്റ് പല കുമിളുകൾ എന്നിവ നശിച്ചുപോയി. അവയെ മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് ഇതിന്റെ ഉൽപാദനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വനത്തിൽ നിന്നുള്ള മണ്ണ് ശേഖരിച്ച് അതിൽ നിന്നാണ് നല്ല ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് അതുപോലെയുള്ള മറ്റ് സൂക്ഷ്മാണുക്കൾ എന്നിവ ശാസ്ത്രജ്ഞന്മാർ വേർതിരിച്ചെടുക്കുന്നത്. ഇത് വെള്ളായണി കാർഷിക സർവകലാശാലയിൽ നിന്ന് ലഭിച്ച മദർ കൾച്ചറാണ്. ശീതീകരിച്ച ലാമിനാർ എയർഫ്ലോ ക്യാബിനറ്റ് ആണ് ഇത്. ഇതിലാണ് സബ് കൾച്ചർ നടപടികൾ ചെയ്യുന്നത്. ഇതിനകത്ത് UV ട്യൂബ് ലൈറ്റ്, എയർഫ്ലോ സൗകര്യം, ബർണർ, നീഡിൽ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ആദ്യം UV ലൈറ്റ് കത്തിച്ച് അതിന്റെ രശ്മികൾ കൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അതിനു മുമ്പ് 70% വീര്യമുള്ള സ്പിരിറ്റ് സ്പ്രേ ചെയ്ത് വൃത്തിയാക്കും. അങ്ങനെ 10 മിനിറ്റ് അടച്ചിടും. UV ലൈറ്റ് ഓഫ് ചെയ്ത് വീണ്ടും 70% വീര്യമുള്ള സ്പിരിറ്റ് ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യണം. ബർണർ കത്തിച്ച് നീഡിൽ ചൂടാക്കി തണുപ്പിച്ചെടുക്കുക. ഈ നീഡിൽ ഉപയോഗിച്ച് മദർ കൾച്ചർ ഉള്ള ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ചുരണ്ടിയെടുക്കുക. അടുത്തുള്ള പെട്രി ഡിഷിൽ പൊട്ടറ്റോ ഡെക്സ്ട്രോസ് അഗാർ മീഡിയം നിറച്ചു വച്ചിരിക്കും. മദർ കൾച്ചറിൽ മുക്കിയെടുത്ത നീഡിൽ ഈ ഡിഷിൽ തേച്ചു വയ്ക്കുക. വീണ്ടും നീഡിൽ സ്റ്റെറിലൈസ് ചെയ്യുക. പെട്രി ഡിഷ് ഒരു ടേപ്പ് കൊണ്ട് ചുറ്റി അടപ്പ് ഭദ്രമായി ഉറപ്പിച്ചു വയ്ക്കുക. ഇനാക്കുലേറ്റ് ചെയ്ത അടുത്ത ദിവസം മുതൽ ട്രൈക്കോഡർമ വിഭജിച്ച് വളർന്നുകൊണ്ടിരിക്കും. അഞ്ച് ദിവസം കൊണ്ട് ഈ ഡിഷ് ട്രൈക്കോഡർമയെ കൊണ്ട് നിറഞ്ഞിരിക്കും. പിന്നീട് ഇത് റെഫ്രിജറേറ്ററിൽ സൂക്ഷിച്ചു വയ്ക്കും. ആവശ്യാനുസരണം ഈ പെട്രി ഡിഷ് കർഷകർക്ക് വിതരണം ചെയ്യും.
മദർ കൾച്ചറിൽ നിന്ന് സബ് കൾച്ചർ ഉണ്ടാക്കുന്നത് പോലെ സബ് കൾച്ചറിൽ നിന്നും വീണ്ടും ട്രൈക്കോഡെർമ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇത് വാങ്ങിക്കൊണ്ടു പോകുന്ന കർഷകർക്ക് ആദ്യം വേണ്ടത് ലോ കോസ്റ്റ് ഇനാക്കുലേഷൻ ചേംബറാണ്. അതിൽ വെച്ചാണ് കൃഷിയിടത്തിൽ ഉപയോഗിക്കാൻ പാകത്തിന് മൺചോളം ഉപയോഗിച്ച് ട്രൈക്കോഡെർമ തയ്യാറാക്കുന്നത്. ലോ കോസ്റ്റ് ഇനാക്കുലേഷൻ ചേംബറിലും UV ലൈറ്റ് ഉണ്ട്. കയ്യിൽ ഗ്ലൗസ് ധരിച്ച് മൂക്കും വായും മാസ്ക് കൊണ്ട് കെട്ടിയാണ് ഇത് ചെയ്യുന്നത്. ആദ്യം സ്റ്റെറിലൈസേഷൻ നടത്തിയതിനു ശേഷം വാങ്ങിക്കൊണ്ടുവന്ന പെട്രി ഡിഷ് ഇതിൽ വെച്ച് അടയ്ക്കുക. അതോടൊപ്പം മണിച്ചോളം കട്ടിയുള്ള പ്ലാസ്റ്റിക് കൂടിലാക്കി വെള്ളം ഒഴിച്ചു വയ്ക്കുക. 3/4 ഇഞ്ച് പൈപ്പിന്റെ ചെറിയ കഷ്ണം പ്ലാസ്റ്റിക് കവറിന്റെ മുകളിൽ വെച്ച് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടുക. പഞ്ഞി കൊണ്ട് പൈപ്പ് അടച്ചു വയ്ക്കുക. അതിനു മുകളിൽ കൂടി അലൂമിനിയം ഫോയിൽ ചുറ്റി റബ്ബർ ബാൻഡ് ഇടുക. ഇവിടെ ഓട്ടോക്ലേവ് എന്ന മെഷീനിൽ ഇത് ഇറക്കി വയ്ക്കുന്നു. -121°C 15 പൗണ്ട് പ്രഷറിൽ 20 മിനിറ്റ് വയ്ക്കണം. സാധാരണ കർഷകൻ ഇത് പ്രഷർ കുക്കറിൽ ഇറക്കി വെച്ച് അടുപ്പിൽ വയ്ക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് എടുക്കുക. ചോളം വെന്ത് പൊട്ടി വെള്ളം വറ്റിയിരിക്കും. ഇതുമെടുത്ത് തണുത്തു കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്ത് ഇനാക്കുലേഷൻ ചേംബറിലേക്ക് വയ്ക്കുക. ബർണർ കത്തിച്ച് നീഡിൽ ചൂടാക്കി തണുപ്പിച്ച് പെട്രി ഡിഷിൽ നിന്നും 1 സെന്റിമീറ്റർ വലുപ്പത്തിൽ നീഡിൽ കൊണ്ട് മുറിച്ചെടുത്ത് തണുത്ത ചോളം കിറ്റിലേക്ക് ഇടുക. 1-2 കഷ്ണം മുറിച്ചിടാവുന്നതാണ്. ഇട്ട ശേഷം കിറ്റ് നല്ലതുപോലെ ഇളക്കുക. 3 ദിവസം കഴിയുമ്പോൾ വെള്ള മൈസീലിയം ആകും. 7 ദിവസം കൊണ്ട് പച്ച കളറാകും. വീണ്ടും ഇളക്കി കൊടുക്കണം. മുഴുവൻ പച്ചക്കളറാകുമ്പോൾ ഒരു ട്രേയിലേക്ക് പൊട്ടിച്ചിടുക. ഈർപ്പം ഉണങ്ങാനായി ഒരാഴ്ച ട്രേയിൽ തുറന്നു വയ്ക്കുക. ഉണങ്ങി പരുവത്തിലായ വളം മിക്സിയിൽ പൊടിച്ചെടുക്കുക. മിക്സി 40 ഡിഗ്രി കൂടുതൽ ചൂടാകാതെ പല പ്രാവശ്യമായി പൊടിച്ചെടുക്കുക. ഈ പൊടി നേരിട്ട് കൃഷിയിടത്തിലേക്കും സ്പ്രേ ചെയ്തും ഉപയോഗിക്കാവുന്നതാണ്. ആന്റിബയോട്ടിക്കുകൾ തന്നെയാണ് ഈ ട്രൈക്കോഡെർമ എന്ന് പറഞ്ഞ കുമിളും ഉണ്ടാക്കുന്നത്. നമുക്ക് പരിചയമുള്ള ലോകത്തെ ഏറ്റവും ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണെന്ന് ഓർമ്മയുണ്ടോ? പെൻസിലിൻ അല്ലേ? അതൊരു ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുത്താണ്. പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്ന് വേർതിരിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ ട്രൈക്കോഡെർമ എന്ന കുമിളിൽ പലതരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രൈക്കോഡെർമിൻ, വിറിഡിൻ, ഗ്ലയോടോക്സിൻ എന്നീ ആന്റിബയോട്ടിക്കുകൾ ഉൽപ്പാദിപ്പിച്ച് ശത്രു കുമിളുകൾ അഥവാ രോഗാണുക്കൾ ഇവയെല്ലാം നശിപ്പിക്കുക. അടുത്തതായി കുമിൾ കോശങ്ങളെ ലയിപ്പിക്കുവാൻ ശേഷിയുള്ള കൈറ്റിനേസ്, സെല്ലുലേസ്, ഗ്ലൂക്കനേസ് മുതലായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിച്ച് രോഗാണുവിനെതിരായി പ്രവർത്തിച്ച് രോഗം നിയന്ത്രിക്കുന്നു. രോഗം പരത്തുന്ന ഫംഗസുകളുടെ കുമിളുകളുടെ ശരീരത്തിലെ കോശഭിത്തികൾ തകർത്ത് അതിൻ്റെ ഉള്ളിൽ കയറി അതിലുള്ള ന്യൂട്രിയൻസും എല്ലാം വലിച്ചെടുത്ത് ഒരു പരാരജീവിയായിട്ട്
പ്രവർത്തിച്ച് ഇവയെ കൊന്നുകളയുന്ന ഒരു രീതിയാണുള്ളത്. അടുത്തതായി രോഗം പരത്തുന്ന കുമിളുകളുടെ പുറത്ത് വളർന്ന് രോഗാണുവിൻ്റെ വളർച്ച തടസ്സപ്പെടുത്തി അവ നശിപ്പിക്കുകയും രോഗം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഏറ്റവും പ്രധാനമായ രീതി എന്ന് പറയുന്നത്. അടുത്ത ഈ കുമിളുകളുടെ തന്തുക്കളെ ട്രൈക്കോഡർമ വലിഞ്ഞു മുറുക്കി കൊല്ലുന്നതിനോടൊപ്പം തന്നെ മണ്ണിൽ ജൈവവസ്തുക്കളുടെ അഴുകലിനെ സഹായിക്കുകയും ചെയ്യുന്നു. പച്ചിലകളെല്ലാം കൊണ്ടുപോയിട്ടാൽ പെട്ടെന്ന് അത് അഴുകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം മണ്ണിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയും ട്രൈക്കോഡർമ സഹായിക്കുന്നുണ്ട്. കാർഷിക വിളകളിലെ ജൈവിക രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്. ഇവയെ ലബോറട്ടറിയിൽ ഒരു പ്രത്യേക മാധ്യമത്തിൽ വളർത്തുമ്പോൾ തിളങ്ങുന്നതിനാലാണ് ഫ്ലൂറസെൻസ് എന്ന് അറിയപ്പെടുന്നത്. ട്രൈക്കോഡർമ വികസിപ്പിച്ചെടുത്ത ലാമിനാർ എയർഫ്ലോ ക്യാബിനറ്റിൽ തന്നെയാണ് സ്യൂഡോമോണസും തയ്യാറാക്കുന്നത്. സ്റ്റെറിലൈസേഷൻ എല്ലാം ഒരുപോലെ തന്നെ ചെയ്തിരിക്കണം. കിങ്സ് ബി മീഡിയത്തിലാണ് സ്യൂഡോമോണാസ് വളർത്തിയെടുക്കുന്നത്. ലാബിൽ നിന്ന് കിട്ടുന്നതും ഈ മീഡിയത്തിൽ തന്നെയാണ്. പെട്രി ഡിഷിൽ കിങ്സ് ബി മീഡിയം എടുത്ത് വയ്ക്കുക. അതിലേക്ക് മദർ കൾച്ചറിൽ സ്റ്റെറിലൈസ് ചെയ്ത നീഡിൽ മുക്കിയെടുത്ത് ഡിഷിൽ തേച്ചു വയ്ക്കുക. ഈ മീഡിയം കുറച്ച് അയഞ്ഞതായിരിക്കും. ഡിഷ് അടച്ച് ടേപ്പ് ചുറ്റി ഭദ്രമാക്കി വയ്ക്കുക. രാവിലെയും വൈകുന്നേരവും ഡിഷ് എടുത്ത് ചുറ്റിക്കുക. 7 ദിവസം കൊണ്ട് സ്യൂഡോമോണസ് നിറഞ്ഞിരിക്കും. വീണ്ടും ഇതേ പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നാൽ ഓരോ 7 ദിവസം കൂടുമ്പോഴും പുതിയ ഫ്ലാസ്കിലും ഡിഷിലുമൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഇതാണ് കർഷകർക്ക് വിതരണം ചെയ്യുന്നത്. കർഷകർ ഇതും ലോ കോസ്റ്റ് ഇനാക്കുലേഷൻ ചേംബറിൽ വെച്ച് പുതിയ തേങ്ങാവെള്ളം ഉപയോഗിച്ച് വീര്യം കൂട്ടിയെടുക്കാവുന്നതാണ്. 1 ലിറ്റർ തേങ്ങാവെള്ളത്തിൽ 10 മില്ലി സ്യൂഡോമോണസ് ഒഴിച്ച് 4 മണിക്കൂർ വയ്ക്കുക. അതിനുശേഷം 9 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. കിങ്സ് ബി മീഡിയത്തിന് പകരം കർഷകർക്ക് 200 ഗ്രാം ശർക്കര, 50 ഗ്രാം ഈസ്റ്റ് ഇവ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ 10 മില്ലി സ്യൂഡോമോണസ് ഒഴിച്ച് 4 മണിക്കൂർ കഴിഞ്ഞ് കൃഷിയിടത്തിൽ ഉപയോഗിക്കാവുന്നതാണ്. സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ജൈവ കുമിൾനാശിനിയെ പറ്റിയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇത് ജൈവ കുമിൾനാശിനി മാത്രമല്ല, ജൈവ ബാക്ടീരിയോസൈഡ് കൂടിയാണ്. അപ്പോൾ ബാക്ടീരിയയ്ക്ക് എതിരുള്ളതാണല്ലോ ആൻറ്റിബയോട്ടിക്കുകളല്ല, അല്ലേ? അപ്പം ഈ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഒഴിച്ച് ബാക്കി നമുക്ക് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെല്ലാം ഈ ആൻറ്റിബയോട്ടിക്കുകൾ സ്യൂഡോമോണസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതെല്ലാം നശില്ലാതായി തീരുകയാണ്. സൈഡറോഫോ എന്ന രാസവസ്തു ഉൽപ്പാദിപ്പിച്ച് രോഗാണുവിനെ ഇരുമ്പ് കിട്ടാത്ത അവസ്ഥയുണ്ടാക്കി അവയെ നശിപ്പിക്കുന്നു. അതിനാവശ്യമുള്ള വായു അന്തരീക്ഷത്തിൽ നിന്ന് എന്തെടുക്കണം? അതിന് ഓക്സിജൻ വേണ്ടേ? അപ്പോൾ ഓക്സിജന് വേണ്ട, അതിന് അത്യാവശ്യമായി വേണ്ടതാണ് ഇരുമ്പ്. അപ്പോൾ ഇരുമ്പിൻ്റെ അംശമെല്ലാം ഈ പ്രത്യേക സ്യൂഡോമോണസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉപയോഗിക്കുന്നുണ്ട്. ബാക്കി ബാക്ടീരിയകൾക്ക് വേണ്ട അതുണ്ടാവില്ല. അതാണ് പറഞ്ഞത്. മാത്രമല്ല, അതിൻ്റെ മൂന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, പ്ലാന്റ് ടോണിക് കൂടിയാണ്. രോഗങ്ങളോ കീടങ്ങളോ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും പ്രൊഫൈലൈറ്റിക് ആയിട്ട് 2 ആഴ്ചയിലൊരിക്കലും സ്യൂഡോമോണസ് നമുക്ക് ചെടിയിൽ അടിച്ചു കൊടുക്കാം. അതിന് കാരണം ഇതൊരു പ്ലാന്റ് ടോണിക്, ഒരു വളർച്ചാ ത്വരിതകം കൂടിയാണ്. അത് പറയുന്നത് ഇൻഡോളോസറ്റിക് ആസിഡ്, സൈറ്റോകൈനിൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തി വിളവ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ഈ 3 തരത്തിലുള്ള പ്രയോജനങ്ങൾ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകും. അത് പ്രയോഗിക്കേണ്ട രീതി പറയുന്നു. ഒന്നുകിൽ ഇത് വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തുക്കൾ മുക്കി വയ്ക്കുന്നതിന് ഉപയോഗിക്കാം. രണ്ടാമതായി പറിച്ചു നടുന്ന ചെടികളുടെ വേരുപടലം മുക്കി വയ്ക്കുക. പിന്നീട് വളർച്ചയുള്ള
ഇലകളുടെ മുകളിൽ തലയൊടുക്കാൻ നമുക്ക് ചെയ്യാം. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതിന് ഉപയോഗിക്കാം. ചാണകത്തെളിയുമായി കൂട്ടിക്കലർത്തി തളിക്കുകയോ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. 1 ലിറ്റർ വെള്ളത്തിന് 20 ഗ്രാം പച്ചച്ചാണകം എന്ന തോതിൽ കലക്കി വെക്കുക. അതിനുശേഷം തെളി അരിച്ചെടുത്ത് 20 ഗ്രാം സ്യൂഡോമോണസ് ചേർത്തിളക്കി ചെടികളിൽ തളിക്കാം. 2016 കേരളം ജൈവ ഗ്രാമങ്ങളാക്കാനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം ബോധവൽക്കരണത്തിലൂടെ കർഷകരെ രാസവള കീടനാശിനി പ്രയോഗങ്ങളുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് ജൈവ കൃഷിയിലേക്ക് മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കർഷകരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി മുൻപോട്ടു പോയാൽ ഒരു വൻ വിജയമായിരിക്കുമെന്നതിന് സംശയമില്ല. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ രാഷ്ട്രീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർക്ക സഹാൻ പുതിയ സങ്കര ഇനം ആത്ത. ക്ഷീര കർഷക പരിശീലനം 26 മുതൽ ഓച്ചിറയിൽ. വിവിധ നടീൽ വസ്തുക്കൾ വേൾഡ് മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. ആത്തപ്പഴം അഥവാ കസ്റ്റാർഡ് ആപ്പിളിന്റെ പുതിയ സങ്കര ഇനം ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്തു. അർക്ക സഹാൻ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. സാധാരണ ആത്തപ്പഴത്തേക്കാൾ 2 ഇരട്ടി വലിപ്പമുള്ളതാണ് അർക്ക സഹാന്റെ ഫലങ്ങൾ. കൂടാതെ ഇതിന്റെ ഫലമജ്ജയ്ക്ക് ദൃഢത കൂടുതലും വിത്തുകളുടെ എണ്ണം കുറവുമാണ്. വരണ്ട സാഹചര്യത്തിലും വളരുന്ന ഈ ഇനത്തിന്റെ ഫലങ്ങൾ കൂടുതൽ നാൾ കേടാകാതിരിക്കാൻ കഴിവുള്ളതാണ്. കോൺഗ്രസ് ഗ്രാസ്, പാർത്തീനിയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അലർജി ഉണ്ടാക്കുന്ന കളസസ്യത്തെ ജൈവിക മാർഗത്തിൽ നിയന്ത്രിക്കാമെന്ന് ഇന്ത്യൻ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ കേന്ദ്രത്തിന്റെ കൃഷിയുടെ പരീക്ഷണം വെളിപ്പെടുത്തി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മെക്സിക്കൻ ബീറ്റിൽ എന്ന വണ്ടിനെ ഉപയോഗിച്ചാണ് പരീക്ഷണം നടത്തിയത്. ഇതിലൂടെ പാർത്തീയത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിച്ചു. ക്ഷീരവികസന വകുപ്പിന്റെ ഓച്ചിറയിലുള്ള പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 26 മുതൽ 31 വരെ പശു വളർത്തലിൽ പരിശീലനം നൽകുന്നു. രജിസ്ട്രേഷൻ ഫീസ് 10 രൂപ. താൽപര്യമുള്ളവർ ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ 26-ന് രാവിലെ 10 മണിക്ക് എത്തിച്ചേരേണ്ടതാണ്. തിരുവനന്തപുരം ആനയറ വേൾഡ് മാർക്കറ്റ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന കൃഷിവകുപ്പിന്റെ വിൽപ്പന കേന്ദ്രത്തിൽ കോട്ടൂക്കോണം വരിക്കപ്ലാവ്, കുടംപുളി, സപ്പോട്ട, കശുമാവ് എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ, ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ, പേര, ചാമ്പ, ചെറി എന്നിവയുടെ ലെയർ തൈകൾ, മാൾട്ട നാരകം, അഗത്തി, കറിവേപ്പ്, ഗ്രാമ്പു, ആര്യവേപ്പ്, മുള്ളാത്തി, ലക്ഷ്മി തരു എന്നിവയുടെ തൈകളും പച്ചക്കറി വിത്തുകളും വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്നിവിടങ്ങളിലെ മൃഗാശുപത്രികളിൽ വെച്ചൂർ പശുക്കൾക്കുള്ള കൃത്രിമ ബീജദാനത്തിനുള്ള സൌകര്യം ലഭ്യമാണ്. ആവശ്യമുള്ളവർ അതത് മൃഗാശുപത്രികളുമായി ബന്ധപ്പെടണമെന്ന് വെറ്ററിനറി സർജൻ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ ഗെയിൻഡ് ആഫ്രിക്കൻ സ്നെയിൽ എന്ന ഒച്ചിന്റെ ആക്രമണം വ്യാപകമായി കണ്ടുവരുന്നതായി കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. ബ്ലീച്ചിംഗ് പൌഡർ വിതറുന്നതിലൂടെ ഇതിനെ ഫലപ്രദമായി നിയന്ത്രിക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കിൻഡലിന് കൊച്ചിയിൽ 10,300 രൂപ, കോഴിക്കോട് 11,500 രൂപ, തൃശൂർ 10,200 രൂപ,
കൊപ്ര കൊച്ചി 6970 രൂപ, കോഴിക്കോട് 7450 രൂപ, തൃശൂർ 6975 രൂപ. കുരുമുളക് അൺഗാബിൾഡ് 64300 രൂപ, ഗാബിൾഡ് 67300 രൂപ, ചുക്ക് മീഡിയം 18500 രൂപ, ബെസ്റ്റ് 20000 രൂപ. മഞ്ഞൾ സേലം 7700 രൂപ, ഈറോഡ് 8000 രൂപ. അടയ്ക്ക 23000 രൂപ മുതൽ 24000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 11300 രൂപ, RSS 4ാം ഗ്രേഡ് 11450 രൂപ. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 11300 രൂപ, RSS 4ാം ഗ്രേഡ് 11450 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ കിൻഡലിന് 10300 രൂപ, കൊപ്ര 6970 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100 രൂപ, റോട്ടറി 2400 രൂപ, കുരുമുളക് അൺഗാബിൾഡ് 64300 രൂപ, ഗാബിൾഡ് 67300 രൂപ, ചുക്ക് മീഡിയം 18500 രൂപ, ബെസ്റ്റ് 20000 രൂപ. അടയ്ക്ക പുതിയത് 23000 രൂപ മുതൽ 24000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 രൂപ മുതൽ 220 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 380 രൂപ മുതൽ 400 രൂപ വരെ. ജാതിപത്രി 500 രൂപ മുതൽ 850 രൂപ വരെ. ഗ്രാമ്പു 765 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 11300 രൂപ, RSS 4ാം ഗ്രേഡ് 11450 രൂപ, ഒട്ടുപാൽ 7750 രൂപ, ലാറ്റക്സ് 8400 രൂപ. കമ്പോള അവലോകനം. വിദേശത്ത് നിന്ന് റബ്ബർ വില ഇടിഞ്ഞത് കണ്ട് ആഭ്യന്തര ടയർ നിർമ്മാതാക്കളും ഉത്തരേന്ത്യൻ വ്യവസായികളും ഷീറ്റ് സംഭരണം കുറച്ചു. കാർഷിക മേഖലയിൽ നിന്നുള്ള റബ്ബർ വരവ് ചുരുങ്ങിയത് വില തകർച്ചയെ ഒരു പരിധിവരെ താങ്ങി നിർത്തി. 4ാം ഗ്രേഡ് കിലോ 114 രൂപയിലും ലാറ്റക്സ് 84 രൂപയിലുമാണ്. കുരുമുളകിനായി കൂടുതൽ പേർ രംഗത്തെത്തിയെങ്കിലും നിരക്കുയർത്താൻ വാങ്ങലുകാർ തയ്യാറായില്ല. ഉൽപാദന കേന്ദ്രങ്ങളിൽ സ്റ്റോക്ക് നില കുറയുകയാണ്. കറി മസാല വ്യവസായികൾ ചുക്കിലും മഞ്ഞളിലും താൽപര്യം കാണിച്ചു. ഔഷധ നിർമ്മാതാക്കളിൽ നിന്നുള്ള അന്വേഷണങ്ങൾ ജാതിക്ക് കൂടുതലായി എത്തി. മലബാർ മേഖലയിൽ നിന്ന് അടക്ക ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് പാൻ മസാല വ്യവസായികൾ. നാളികേര കർഷകർ കൊപ്രയുടെ വിലക്കയറ്റത്തെ ഉറ്റുനോക്കുന്നു. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26. കോഴിക്കോട് 35.6 26. കൊച്ചി 31.2 24. ആലപ്പുഴ 32.5 24.5. പുനലൂർ 29 23.2. തിരുവനന്തപുരം 29.9 25 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.